ഹായ്, അതുണ്ടല്ലോ ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കാവേ. അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമൊന്നുമല്ല, പക്ഷെ കുറേ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ഇഞ്ചിയെല്ലാം അരിഞ്ഞ് നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞത്. അത് ആദ്യം കട്ട് ചെയ്ത് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എല്ലാം മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചു. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു പുളിയും മധുരമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എൻ്റേതായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തത്. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് റെസിപ്പി ആണോ എന്നൊന്നും ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഒതൻറ്റിക് അല്ലായിരിക്കും. ഇതിപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ അനുസരിച്ച് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഞാൻ എടുത്തത്. ഇപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്, കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് ഉണ്ടാക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ശർക്കര പാനിയാക്കി വെച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, പിന്നെ കായം, LGയുടെ കായമാണ് എടുത്തത്. അതിന് നല്ല ഫ്ലേവർ, അതുകൊണ്ട് ഞാൻ ആ കായമാണ് എടുത്തത്. പിന്നെ നമുക്കിനിയും ഒരു പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി ഇടുക. ചിലതിനകത്തൊക്കെ ഞാൻ വറുത്ത് കോരി എടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കത് വറുത്ത് കോരി എടുക്കാനായിട്ട് അത്ര എണ്ണ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ എടുത്തത്. പിന്നെ പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇട്ടു. ഈ പാട്ട് ആർക്കെങ്കിലും അറിയാമോ എനിക്കറിയത്തില്ല. എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്, എൻ്റെ ഫേവറേറ്റ് മൂവിയിലെയാണ്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എന്നാണെങ്കിലും സൈഡിലൊരു മൂവി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇഞ്ചി പതുക്കെ ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഏകദേശം അതൊന്ന് വരണ്ട് കുറച്ച് ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ആ സമയത്തേക്ക് ഞാൻ കുറച്ച് പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്കേനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വലിപ്പം. എന്നിട്ടത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ നേരത്ത്. ഇപ്പോൾ മൂവി മനസ്സിലായി കാണുമല്ലോ, സുരേഷ് ഗോപിയുടെ വാഴുന്നോർ എന്ന് പറയുന്നൊരു മൂവിയാണ്. എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഫാമിലി മൂവി പോലെ. അപ്പോൾ ഞാൻ എപ്പോഴും കാണുന്ന ഒരു മൂവിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടിയിട്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴാണ് പൊടി ഇട്ടത്. എന്നിട്ട് നമ്മൾ പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പുളി ഇഞ്ചിയിൽ ഇങ്ങനെ പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കായവും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ആ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര, ഇത് മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു കേരള സ്റ്റോറുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാണ്. നല്ല കളറുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഇഞ്ചിക്കറിക്ക് ഇങ്ങനെ കളറ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എണ്ണയൊക്കെ തെളിയുന്നതാണ് അതിൻ്റെ ഒരു പാകം. ആ പാകം എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് ആദ്യം പൊട്ടിക്കുന്ന ഞാൻ 1-2 വീഡിയോയിൽ കണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇഞ്ചി അങ്ങനെ സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ലാസ്റ്റ് പൊട്ടിച്ച് ഒഴിച്ചേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇഞ്ചിക്കറി റെഡിയായി. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, പക്ഷെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഇഷ്ടപ്പെടും. കുറച്ച് പുളിയും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.